സ്വാതന്ത്ര്യവും ഒക്കെ ഉള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് സാധനമാണ്. അത് മറ്റൊന്നിനും കിട്ടാത്തൊരു ഭാഗ്യമാണ് നമുക്ക് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് നമ്മുടെ ബ്രെയിനിനുണ്ട്, നമ്മുടെ മനസ്സിന് എന്തും സഹിക്കാനുള്ള കഴിവുണ്ട്. എല്ലാം ദൈവം അനുഗ്രഹിച്ച് ഒത്തിരി തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സംശയം. നമ്മൾ ഈ ലോകത്തിൽ തിന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അരാജകത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അധികവും ശ്രമിക്കുന്നത്, ഇല്ലേ? അതായത് മതത്തിൻ്റെ പേരിലും ദൈവത്തിൻ്റെ പേരിലും സ്വത്തിൻ്റെ പേരിലും എല്ലാം എന്നിലേക്ക് തന്നെ വരട്ടെ എന്നുള്ള ചിന്താഗതിയുടെ പേരിലുമാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അത് പലപ്പോഴും ഒരു അരാജകത്വം നമ്മുടെ ഇടയിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാം എനിക്ക് എന്നുള്ള ചിന്തയിലാണ് അത് പിറന്നു വീഴുന്ന കുഞ്ഞ് നടക്കാറായി തൊട്ടാൽ തന്നെ ആ കുഞ്ഞിനെ സ്വാർത്ഥത നമ്മൾ പഠിപ്പിച്ചു വയ്ക്കുക ചെയ്യുന്നത്. സ്വാതന്ത്ര്യം, എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവരുടെ സ്വാതന്ത്ര്യം മാത്രമല്ല, ഒരു ഗ്രൂപ്പിനെ പെട്ട് ആ സ്വാതന്ത്ര്യത്തിന് ഗ്രൂപ്പും പെടുന്നുണ്ട്. എൻ്റെ സ്വാതന്ത്ര്യത്തിൽ എനിക്ക് എപ്പോഴാണ് എണീക്കേണ്ടത്, എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഞാൻ പുറത്തു പോകേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ചിലർ അഭിമാനത്തോടെ പറയുമെങ്കിലും അല്ലെങ്കിൽ ധിക്കാരത്തോടെ പറയുമെങ്കിലും നമ്മളെ ചുറ്റി നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങളും അതിൻ്റെ പിറകിലുണ്ടെന്ന് നമ്മൾ വിചാരിക്കണം. അതായത് ഏതെങ്കിലും സമയത്ത് എണീറ്റ് വന്നാൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി വെക്കാൻ ആളുണ്ട്. ഏത് സമയത്ത് എണീറ്റ് വന്നാലും നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ ഡ്രസ്സുകളൊക്കെ തേച്ച് വെക്കാൻ ആളുണ്ട്. പാതിരാത്രിയിലാണെങ്കിലും നമുക്ക് ഭക്ഷണം വിളമ്പി തരാൻ ആളുണ്ട് എന്നുള്ള ചിന്തയിൽ നമ്മൾ എന്നും എക്കാലവും ജീവിക്കാമെന്ന് നമ്മൾ വിചാരിക്കുന്നത് അത് മോശമായ ഒരു തീരുമാനം. അയാൾക്കും സ്വാതന്ത്ര്യമുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. അത് നമ്മുടെ അമ്മയാണേലും ഭാര്യയാണേലും പെങ്ങളാണേലും അച്ഛനാണേലും ആരാണെങ്കിലും അവർക്കും അതിൻ്റേതായ ഒരു സ്വാതന്ത്ര്യമുണ്ട്, ഇല്ലേ? അല്ലാതെ ഒരാൾക്ക് മാത്രമുള്ളതല്ല ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി എത്രയോ മഹാന്മാർ കാലാകാലം ശ്രമിച്ച ശേഷമാണ് നമ്മളിങ്ങനെയൊരു സ്വാതന്ത്ര്യത്തിൽ അല്ലെങ്കിൽ സന്തോഷത്തിൽ ജീവിക്കണമെന്ന് നമ്മൾ ചിന്തിക്കണം. ആ സ്വാതന്ത്ര്യത്തിന് ഇപ്പം അതിര് കടന്ന് നമ്മൾ വേറൊരു സ്വാതന്ത്ര്യത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയെ ഇപ്പം കാണുന്നില്ലേ? ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളെ എറണാകുളത്തെ ഒരു പ്രമുഖമായ ഒരു കോളേജിൽ ഒരു സിനിമാ നടി എന്തോ ഉദ്ഘാടനത്തിന് എന്തോ ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ നമ്മൾ കണ്ടതല്ലേ? അവരുടെ വസ്ത്രധാരണ രീതി സമൂഹ മാധ്യമങ്ങളിൽ ഭയങ്കര ചർച്ചയായതുമാണ്. അന്ന് ഒരു കോളേജ് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ നമ്മളെപ്പോഴും മാന്യമായ വസ്ത്രധാരണം, ആ പോകുന്ന ഫംഗ്ഷൻ ഏതാണെന്ന് ആദ്യമേ ചിന്തിക്കണം. അവിടെ എന്താണ് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എന്ന് നമ്മൾ ചിന്തിക്കണം, ഇല്ലേ? നമ്മൾ നല്ലൊരു മെസ്സേജാണ് ഒരു സമൂഹത്തിലേക്ക് കൊടുക്കാവുള്ളൂ. നമ്മൾ പോകുന്ന ഒരു കടൽ തീരത്തേക്കല്ല, നമ്മൾ പോകുന്നത് ഒരു വിദ്യാലയത്തിലേക്കാണ്, അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ്. അവിടെ ഒരു നിയമമുണ്ട് ആ കോളേജിന്, അത് എഴുതി വെച്ച നിയമങ്ങളായിരിക്കില്ല. അവിടുത്തെ വിദ്യാർത്ഥികൾ മിക്ക കോളേജുകളിലും തന്നെ യൂണിഫോം ഉണ്ട്. മാലയോ കമ്മലോ ഇടരുതെന്ന് ചില സ്കൂളുകളിൽ പറഞ്ഞേക്കാം, വിലപ്പെട്ട സാധനങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞേക്കാം, യൂണിഫോം ഇടുന്ന ടീഷർട്ട് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞേക്കാം. അങ്ങനെ ഒത്തിരി സംഭവങ്ങളുള്ള വിദ്യാലയങ്ങളും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ വസ്ത്രധാരണം മാന്യമായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിനെ പിന്നെ ന്യായീകരിച്ച് ഞാൻ ഇങ്ങനെയാ എന്ന് പറയുന്നതിലും ഭേദമല്ലേ മറ്റുള്ളവർക്കൊരു മെസ്സേജ് എന്താണ് കൊടുക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള ബോധം പോലും ഇല്ലാതെയാണ് പലരും പെരുമാറുന്നത്. നമ്മളൊരു കടൽ തീരത്ത് വെയിൽ കൊള്ളാൻ പോവുകയാണെങ്കിൽ നമുക്ക് സ്വിമ്മിങ് സൂട്ട് ഉപയോഗിക്കണതിന് കുഴപ്പമൊന്നുമില്ല. അത് ഇതിനു വേണ്ടി, ആ പ്രവൃത്തിക്ക് വേണ്ടി മാത്രം പോകുന്നതാണ് നമ്മളൊരു ഫംഗ്ഷൻ, ഒരു പൊതുവേദിയിൽ, അതായത് ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ഇടയ്ക്കേക്ക്, അതോ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഒരു കോളേജിലേക്ക്, അവിടെ അധ്യാപകരുടെ മുമ്പിലേക്ക്, അതേപോലെ പ്രൊഫസേഴ്സ്, പ്രിൻസിപ്പള് എന്ന് വേണ്ട വിശിഷ്ട അതിഥികളുടെ മുമ്പിലേക്ക്, അത്രയും ഒരു പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെയാണ് എല്ലാവരും ശ്രദ്ധിക്കണമെന്നുള്ള ചിന്താഗതിയോട് വേണ്ടിയാണ് നമ്മൾ പോകേണ്ടത്. നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ വസ്ത്രധാരണം അത് തീർച്ചയായിട്ടും നമ്മൾ മാന്യമായ വസ്ത്രധാരണമായിരിക്കും. അത് ആരാകട്ടെ, സിനിമാ നടിയാകട്ടെ, ആരുമാകട്ടെ, നമുക്കൊരു ഈ പറയുമ്പോൾ എന്താണ് വസ്ത്രധാരണത്തിൽ എന്താ ഇത്ര പറയാനിരിക്കണേന്ന് ചോദിച്ചേക്കാം. പക്ഷേ എല്ലാവർക്കും അറിയാം എന്താ വസ്ത്രധാരണത്തിൻ്റെ രീതിയെന്ന്. ഞാൻ പറയാതെ തന്നെ എല്ലാവരുടെയും മനസ്സിൽ വരും മാന്യമായ വസ്ത്രധാരണം. ഇവിടെ കൂടിയിരുന്ന 99% പേരുടെ ആൾക്കാരിലും മനസ്സിൽ തോന്നി കാണും, അയ്യോ കഷ്ടമായി പോയി എന്ന് തോന്നാത്തവരുണ്ടായിരിക്കില്ല. ഈ വീഡിയോയിൽ ഏതെല്ലാം വീഡിയോയിൽ അവരുടെ ഇത് കണ്ടു എന്ന് വെച്ചാൽ അതെല്ലാം അപ്പോഴെല്ലാം ആൾക്കാർ തോന്നുക ഓ കഷ്ടമായി പോയി എന്ന് ചിന്തിക്കുന്നവരായിരിക്കും അധികം ഉള്ളത്. ആ സംഘാടകരുടെ മനസ്സിലെന്തായി തോന്നിയത് പലർക്കും പറയാം. പിന്നെ ഒരു ശതമാനം അല്ലെങ്കിൽ ഒരു 10% പേരുടെ മനസ്സിൽ എന്താ പറയുക, ഒരു ഗ്രൂപ്പിൽ പെട്ട് കിടക്കുമായിരിക്കും അവർക്ക്. അതിങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിച്ചാലേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് എതിർത്തൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അതിനകത്ത് പെട്ട് കിടക്കുന്ന കുറച്ച് പേരും കാണും. അവർക്കപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, അവരത് അംഗീകരിച്ചു കൊടുക്കാനേ അവർക്ക് സാധിക്കുകയുള്ളൂ.
അപ്പം ഈ സമൂഹത്തിൽ ഇതാണ് പലപ്പോഴും പറഞ്ഞത്, ഓരോരുത്തരെ ഇങ്ങനെയുള്ളവരെ കണ്ടാണ് നമ്മുടെ കുഞ്ഞു തലമുറയിൽപ്പെട്ട പിള്ളേരും പെൺപിള്ളേരും ആൺപിള്ളേരും ഒക്കെ വരുന്നത്. അപ്പം നമ്മളൊരു നല്ല മെസ്സേജാണ് അവർക്ക് കൊടുക്കേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മളിൽ നിന്നൊരു മോശം അവരിലേക്ക് ഉണ്ടാകരുത്. നമ്മളൊരു മെസ്സേജ് കൊടുക്കുമ്പോൾ പല സിനിമകളും നല്ല മെസ്സേജ് കൊടുക്കുന്ന സിനിമകളും ഉണ്ടല്ലേ, പല സിനിമകളും മോശം മെസ്സേജ് കൊടുക്കുന്ന സിനിമകളും ഉണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? അതൊക്കെ അത് പകർത്തണം കാണാൻ മേലെ നമ്മളോർക്ക് നവീൻ പോളിയുടെ ഒക്കെ സിനിമകൾ ഇറങ്ങുമ്പോൾ പ്രേമ സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ എന്തോരം പേരുടെ മനസ്സിലത് കുത്തിവെച്ചു എന്ന് നമ്മൾ കണ്ടില്ലേ. അതേപോലെ ദൃശ്യ സിനിമയൊക്കെ അതേപോലെ മോഡലിൽ എത്ര കൊലപാതകങ്ങൾ. അപ്പം അതൊക്കെ ഇവരെ ഓരോരുത്തരെയും വലിയ ആരാധനാപുരുഷൻ, എന്തുകൊണ്ടാണെന്നറിയില്ല, ഇങ്ങനെ ആരാധനാപുരുഷന്മാരായിട്ട് കാണുന്നവരും അവരുടെ മെസ്സേജുകൾ ഉൾക്കൊള്ളുന്നവരും ആയ കുറേ ആൾക്കാരിങ്ങനെയുണ്ട്. അത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്യണതാണ്. പക്ഷെ അവരെ അഭിനയം മാത്രമാണ്, അവർ പൈസ ഉണ്ടാക്കൊണ്ട് പോകുന്നു ചിന്തിക്കാനുള്ള ബോധം പോലും പലർക്കും ഇല്ലാതെ പോകുന്നുമുണ്ട്. എങ്കിലും നമ്മൾ ഏത് സമൂഹത്തിലാണോ ചെല്ലണേ അവിടെ നല്ല വസ്ത്രധാരണവും നന്നായി സംസാരിക്കാനും മറ്റുള്ളവരെ മോശപ്പെടുത്തുന്ന ഒരു വാക്ക് പോലും പറയാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ സമൂഹത്തിന് ഒരു മെസ്സേജ് ആയിരിക്കണം. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒത്തിരി പേരുടെ കഷ്ടപ്പാടുകൾ കൊണ്ട് നേടിത്തന്ന ഒരു ഇതാണ്. നമുക്ക് സ്വാതന്ത്ര്യം, വസ്ത്രധാരണത്തിന് പോലും സ്വാതന്ത്ര്യം മേടിച്ചു തന്നൊരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. എന്തോരം ശ്രീനാരായണ ഗുരു അതേപോലെ ഗാന്ധിജി എന്തോരം പേരുടെ ധീരമായ പ്രവർത്തനത്തിലൂടെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ എത്തിയത്. എന്നിട്ട് അതിനെ മലിനപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ പാശ്ചാത്യരുടെ വസ്ത്രധാരണം ഉപയോഗിച്ച് അതിൻ്റേതായ സ്ഥലത്ത് പോകുമ്പോൾ നമുക്കത് ഉപയോഗിക്കാം. നമുക്ക് ഏത് സ്ഥലത്ത് നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിൻ്റേതായ ഒരു പൊതുവേദിയിൽ ഏത് വേദിയിലാണോ പ്രത്യക്ഷപ്പെടുന്നത് ആ ഇതിലുള്ള വസ്ത്രധാരണം നമ്മൾ ധരിക്കാൻ ശ്രമിക്കുക. ഒരു പള്ളിയിലോ ഒരു അമ്പലത്തിലോ പോകുമ്പോൾ ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് പോയിട്ടുണ്ട് എന്ത് സംഭവിക്കും? ഒരു വിദ്യാലയത്തിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. നമ്മളെപ്പോഴും നമ്മുടെ വസ്ത്രധാരണത്തിൽ ഒരു ശ്രദ്ധയുണ്ടായിരിക്കണം, നമ്മുടെ സംസാരത്തിൽ ഒരു ശ്രദ്ധയുണ്ടായിരിക്കണം. പിന്നെ വേറെ ഒരെണ്ണമുണ്ട്, നമ്മൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ നമ്മൾ തുറന്നു പറയാതിരിക്കുന്ന അവസരങ്ങളുമുണ്ട്. ചില വീടുകളിൽ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ നടത്തുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ തികഞ്ഞില്ലെങ്കിൽ അവിടുത്തെ അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ അങ്ങ് മാറി നിൽക്കും. എനിക്കിഷ്ടമല്ല ഈ ഭക്ഷണം, ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ചിലരുണ്ട് ഞാൻ കഞ്ഞി മാത്രമേ കുടിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഒഴിവായി നിൽക്കുന്നവരുണ്ട്. നല്ല ഭക്ഷണം വിളമ്പിയാൽ പോലും കഴിക്കാതിരിക്കാൻ, എന്നാൽ തികയോ ഇല്ലയോ എന്നുള്ള ചിന്തയിലാണ്. അങ്ങനെയുള്ള തിരിച്ചു വ്യത്യാസം. അല്ലെങ്കിൽ ഒരു കേക്ക് മുറിക്കുക, അത് 5 പേരുണ്ടെങ്കിൽ 4 മുറിച്ച് വെച്ചിട്ടുണ്ട്, ഒരു ഭാഗം പോലും കഴിക്കാതെ എനിക്കിഷ്ടമല്ല കേക്ക് എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്ന അമ്മമാരുമുണ്ട് അച്ഛന്മാരുമുണ്ട്. നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ 5 മുറിക്കാൻ ശ്രമിക്കുക. 4 നിന്നും ഓരോ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളെടുത്ത് 5 ശ്രമിക്കുക. നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് നമ്മുടെ വീട്ടിൽ പഠിപ്പിക്കണതാണത്. നമ്മുടെ മക്കളെയും അത് തന്നെ പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ വീട്ടിൽ നിന്നാണ് ഭാഗം വെപ്പ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഭക്ഷണത്തിൽ എല്ലാവർക്കും തുല്യാവകാശം, എന്തുണ്ടെങ്കിലും തുല്യമായിട്ട് എടുക്കാൻ നമ്മൾ പഠിപ്പിച്ചാലേ അത് സമൂഹത്തിലേക്ക് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനേ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്വാർത്ഥന്മാരായിട്ട് വളരുകയുള്ളൂ. ഒരു കൂട്ടം സാധനങ്ങൾ നമ്മുടെ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, അതെല്ലാം ഞാനെടുക്കുക, മറ്റുള്ളവർക്കൊന്നും വേണ്ട എന്നുള്ള ചിന്താഗതി എന്നുള്ള മനുഷ്യർക്ക് എല്ലാം എന്നിലേക്ക് പോരട്ടെ പോരട്ടെ പോരട്ടെ, എനിക്ക് എന്തോരം കിട്ടിയാലും മതിയാവില്ല എന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ മനുഷ്യൻ ജീവിക്കുന്നത്. ആ ചിന്താഗതി തന്നെ ആദ്യം എടുത്തു കളയുക. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും എല്ലാം അനുഭവിക്കാനുള്ള യോഗവും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് അവനവൻ്റെ സാഹചര്യം അനുസരിച്ച്. ഇപ്പം നമ്മുടെ വീട്ടിലുള്ളത് നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് വേറൊരുത്തിൻ്റെ വീട്ടിൽ പോയി നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റും. അതേപോലെ ഒരു സമൂഹത്തിലുള്ള സംഭവങ്ങളാണെങ്കിൽ എല്ലാവർക്കും അതിൻ്റെ തുല്യ പങ്ക് പറ്റാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മളിപ്പോൾ എല്ലാം കാർന്ന് തിന്ന് തന്ന് എൻ്റെ നാക്കി ഈ പ്രകൃതി പോലും ഇല്ലാതായി പോകുന്ന അവസ്ഥ. പാറകളില്ല, മലകളില്ല, നദികളില്ല, തോടുകളില്ല, എല്ലാം നമ്മൾ വെട്ടിപ്പിടിച്ച് ഒരു ജീവജാലങ്ങൾക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ശരിക്കും പറഞ്ഞ സങ്കടം തോന്നുന്ന അവസ്ഥയാണ്. നമ്മൾ ഈ സ്വാതന്ത്ര്യം എന്നും പറഞ്ഞ് ഇങ്ങനെ ദുർവിനിയോഗം ചെയ്ത് ഒരു അരാജകത്വം ഉണ്ടാക്കാതിരിക്കുക. രാഷ്ട്രീയം പറഞ്ഞു, മതപരമായും പറഞ്ഞു, മതത്തെ അതിനകത്ത് കുത്തിത്തിരികയും അതേപോലെ കൊലപാതകങ്ങളായും എല്ലാം നമ്മളിപ്പം മനുഷ്യൻ സ്വാർത്ഥനായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതിനോട് യോജിക്കാത്ത ഒത്തിരി പേരുണ്ടായിരിക്കാം. പക്ഷേ സത്യമായ കാര്യം ഇതാണെന്ന് എല്ലാവരുടെയും മനസ്സിലറിയുകയും ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് സമൂഹത്തിൽ നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. നമ്മളപ്പം നമ്മുടെ സ്വാതന്ത്ര്യം എന്നും പറഞ്ഞ് എന്ത് തോന്നിവാസവും കാണിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു അരാജകത്വം ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അരാജകത്വം ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സമൂഹമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അതേപോലെ സോഷ്യൽ മീഡിയയിലും ഉണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും ഒരു ചെറിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ കൂട്ടമായിട്ടിരുന്ന് ആക്രമിക്കുന്ന ഒരു രീതി നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും.
സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു മീഡിയ ആയിട്ട് എടുക്കുമായിരുന്നെങ്കിൽ എന്ത് നല്ലതാണ്. പക്ഷേ അതല്ല, സോഷ്യൽ മീഡിയയിൽ കൂടെ കമൻറ്റുകളായിട്ടും വീഡിയോയിലായിട്ടും മനുഷ്യനെ ദ്രോഹിക്കുന്ന രീതിയിൽ എത്രയോ വീഡിയോകളും എത്രയോ കമൻറ്റുകളുമാണ് വരുന്നത്. അത് എന്തോരം എഴുതി വെക്കുന്നു, ഓരോരുത്തരെയും ദൂഷിപ്പിച്ചുകൊണ്ട് എന്തോരം എഴുതി വെക്കുന്നത്. നല്ല മെസ്സേജുകൾ കൊടുക്കാൻ ശ്രമിക്കുക എല്ലാവരും. ഈ ബൈബിളിൽ പറയുന്നുണ്ട്, പാപം ചെയ്യാത്തവർ, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നൊരു വാചകമുണ്ട്. അത് ശരിയായ സത്യമായ ഒരു വാചകം. അത് ആരുമില്ല, എല്ലാവരും സത്യസന്ധന്മാരാണെന്ന് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ, പക്ഷെ ആരുമില്ല. അപ്പം ആർക്കും മറ്റുള്ളവരെ ക്രൂശിക്കാൻ തെറ്റ് കണ്ടാൽ നമുക്ക് പറയാം. അത് പക്ഷെ പറയേണ്ട വാചകത്തിൽ കൂടെ ആയിരിക്കണം, മറ്റുള്ളവരെ സമൂഹത്തെ ദൂഷിക്കുന്ന രീതിയിൽ ആയിരിക്കരുത്. നല്ല വാചകങ്ങളിൽ കൂടെ നമുക്ക് ആരെയും നിശ്ചിതമായി വിമർശിക്കാൻ പറ്റും. അല്ലാതെ അവരുടെ മറ്റുള്ളവരെ നശിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു മെസ്സേജ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ആണെങ്കിൽ കൊടുക്കാതിരിക്കുക. ഒരു കമൻറ്റിലൂടെയാണെങ്കിൽ പോലും ആരെയും വേദനിപ്പിക്കാതിരിക്കുക. നമുക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യം ഉണ്ടെന്നും പറഞ്ഞാൽ നമ്മളെ എല്ലാം എല്ലാം തോന്നിവാസം പറയാമെന്ന ചിന്താഗതിയാണ് നമ്മളെ പല തെറ്റുകളിലേക്കും കൊണ്ടെത്തിക്കുന്നത്. എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നും പറഞ്ഞാണ് പലരും പല തെറ്റുകൾ ആവർത്തിക്കുന്നത്. എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നും പറഞ്ഞാണ് പലരുടെയും വസ്ത്രധാരണങ്ങൾ. എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നും പറഞ്ഞാണ് എന്തും ചെയ്യാം, എന്ത് ക്രൂരത ആരോടും പറയാം, എന്തും പ്രവർത്തിക്കാം എന്നതിൽ. അതൊക്കെ വെറും ചിന്താഗതികളായി മാത്രം കാണുക. എന്നാൽ എന്നെപ്പോലെ തന്നെ ഒരു ജീവൻ മറ്റുള്ളവരുടെ മനസ്സിലുണ്ടെന്നും ഒരു ജീവിയിൽ പോലും എന്നെപ്പോലെ ഒരു ആത്മാവുണ്ടെന്നും ചിന്തിച്ചാൽ ആർക്കും അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇത് ശരിയല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. അപ്പം നമുക്കെല്ലാവർക്കും കൂടെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണമെങ്കിൽ നല്ല ചിന്താഗതിയായിരിക്കണം. ആരെയും വേദനിപ്പിക്കരുത്, ആരെയും മനസ്സിനെ വിഷമിക്കുക. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നല്ല ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ സംസാരം, നമ്മുടെ നോട്ടം, നമ്മുടെ കുറിച്ചുള്ള നോട്ടമല്ല, നമ്മുടെ നോട്ടം എല്ലാം നമ്മളെക്കൊണ്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് മറ്റുള്ളവർക്ക് ചെല്ലുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക. നമ്മളെക്കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം മറ്റുള്ളവർക്ക് ചെയ്യണമെന്നോ മറ്റുള്ളവരെ സഹായിക്കാനൊരു മനസ്സ് വയ്ക്കുക. അതിലാണ് നമ്മൾ വിജയിക്കണേ. അല്ലാതെ ആരെയും വിഷമിപ്പിക്കുന്ന ഒരു വാക്ക് പോലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കാനും മറ്റുള്ളവരിലേക്ക് ഒരു നെഗറ്റീവ് മെസ്സേജ് പോകാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.